ഡിബാക് സെൻസിന്റെ ഡോഗ് ഫുഡ് 15% ഡിസ്കൗണ്ടിന് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആണ്. ഞാൻ ഓൾ കേരള ഡീലേഴ്സിന്റെ നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾ ഡയറക്റ്റ് ഓർഡർ ചെയ്യുമ്പോഴാണ് ഈ ഡിസ്കൗണ്ട് കിട്ടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ വാട്സാപ്പിലോ അല്ലാതെ നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ്. ഈ സെൻസ് വന്നേക്കുന്നത് എന്താണെന്നറിയാവോ? ഡോഗിനെ നമുക്ക് 5 സെൻസ് ആണല്ലോ ഉള്ളത്. ഈ ഓരോ സെൻസിനെയും നല്ലോണം പ്രകോപിപ്പിച്ച് അവരെ നല്ലോണം ഇഷ്ടപ്പെടുത്തി ഫുഡ് കഴിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ 5 സെൻസിനെയും ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണെന്നാണ് അവകാശപ്പെടുന്നത്. 56% ടോട്ടൽ മീറ്റ് ആണ്. അതിനകത്ത് തന്നെ സാൽമൺ വരുന്നുണ്ട്. സാൽമൺ ഓയിൽ നമുക്കിപ്പോൾ സപ്ലിമെന്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. omega-3 omega-6 ഫാറ്റി ആസിഡ്സ് ആണ്. ഡോഗിന്റെ സ്കിന്നും ഹെയറും ഒക്കെ നല്ല രീതിയിലായിട്ട് സപ്പോർട്ടിംഗ് ആയിട്ട് കൊടുക്കുന്നതാണ്. ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, അതേപോലെ വെജിറ്റബിൾസ്, പ്രീബയോട്ടിക് ഹെർബ്സ് എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്നതാണ്. പ്രീബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ ഡൈജഷന് നല്ല സപ്പോർട്ടിങ്ങിനായിട്ടുള്ളതാണ്. ധാന്യങ്ങൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക. ഷിറ്റ്സുവിന് എന്ത് ഫുഡ് കൊടുക്കണം, ലാബ്രഡോറിന് എന്ത് കൊടുക്കണം, ജർമ്മൻ ഷെപ്പേർഡിന് എന്ത് കൊടുക്കണം, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഇതിനകത്ത് വലിയ മീനിങ് ഒന്നുമില്ല. നമുക്ക് എല്ലാ ബ്രീഡിനും ക്വാണ്ടിറ്റിയിൽ ചെറിയ വ്യത്യാസം വരും അവരുടെ സൈസ് അനുസരിച്ചിട്ട്, എത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത് നല്ലോണം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡായിരിക്കണം. ന്യൂ ബോൺ ആയിട്ടുള്ള ബേബീസിനെ നോക്കുക. ആദ്യത്തെ ഒരു 10-21 ദിവസം മദർ മിൽക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അതിനകത്ത് മാറ്റമൊന്നുമില്ല. പക്ഷെ ചില സാഹചര്യങ്ങളിൽ മദർ മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് കൊടുക്കുന്നത്? എല്ലാവരും ഈ പശുവും പാലൊക്കെ കലക്കി കൊടുക്കുന്നുണ്ട്. അത് ഡോഗിന് ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അതിന് പകരം ഡോഗിന്റെ മിൽക്ക് റീപ്ലേസർ അവൈലബിൾ ആണ്. അത് പല ബ്രാൻഡിന്റെ കിട്ടും കേട്ടോ. അതിൽ ഏതാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് വാങ്ങിയിട്ട് അത് ഫീഡ് ചെയ്യുക. ഒരു ബോട്ടിലാക്കി ഫീഡ് ചെയ്യുക. പപ്പിയെ 45 ദിവസത്തിൽ നമ്മുടെ കൈ കിട്ടി കഴിയുമ്പോഴത്തേന് നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട് ഫുഡ് ഫീഡ് ചെയ്യാനായിട്ട്. ആദ്യത്തെ ഒരു 3 മാസം നമ്മൾ ഡോഗ് ഫുഡ് തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. അതിന്റെ അഡ്വാൻറ്റേജ് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് നമുക്ക് ഡോഗിന് വലിയ ബുദ്ധിമുട്ടില്ലാതെ കൊടുക്കാൻ പറ്റും. അത് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഹോംലി ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എല്ലാവരും റേഷ്യോയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഫുഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മെനക്കേടിച്ച് കുറഞ്ഞു കിട്ടും. നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാം. സോളിഡ് ആയിട്ടുള്ള ഫുഡിലോട്ട് പെട്ടെന്ന് മാറുന്നത് ചില ഡോഗ്സിന് വയറ്റിനൊക്കെ പ്രശ്നം ഉണ്ടാക്കും. അതേപോലെ നമ്മുടെ ചോറ്, ധാന്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇവരുടെ വയറ്റിൽ അതിനെ ദഹിപ്പിക്കാൻ വേണ്ടുന്ന ബാക്ടീരിയാസ് അതേപോലൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കുറവുമാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഡോഗ് ഫുഡ് ഞാൻ ഇവിടെ ചെയ്യുന്നത് പൊടിച്ചിട്ട് നമ്മളൊരു ടിന്നിലിട്ട് വെച്ചേക്കും. അത് വെള്ളമൊക്കെ മിക്സ് ചെയ്ത്, വെള്ളമോ അല്ലെന്നുണ്ടെങ്കിൽ അതേപോലുള്ള ഏതെങ്കിലും പാല് ഡയലൂട്ട് ആക്കിയിട്ടോ മിക്സ് ചെയ്തിട്ട് കുറുക്ക് പോലെ ആക്കിയാണ് ആ സമയത്ത് ഫീഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇത് കൂടാതെ ഹോംലി ഫുഡ് എന്തൊക്കെ കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് മുട്ട കൊടുക്കാറുണ്ട്. മുട്ട പുഴുങ്ങിയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു തോരൻ പോലാക്കി, വേറെ ഉപ്പും അതേപോലെ ഒന്നും ആഡ് ചെയ്യാതെ തോരൻ പോലാക്കി കൊടുക്കാറുണ്ട്. ചിക്കൻ കൊടുക്കാറുണ്ട്. ചിക്കൻ കൊടുക്കുന്നത് ചിക്കന്റെ എല്ല് നമ്മൾ ആ സമയത്തൊന്നും തീർച്ചയായിട്ടും കൊടുക്കാറില്ല. ചിക്കന്റെ മാംസം എടുത്ത് വേവിച്ചിട്ട് വളരെ ചെറിയ പപ്പിയാണ് എന്നുണ്ടെങ്കിൽ നക്കി കഴിച്ച് തുടങ്ങിയിട്ടേ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് അതൊരു മിക്സിയിൽ അടിച്ച് കൊടുക്കാറുണ്ട്. മിക്സിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ച് ക്രീം ആക്കത്തില്ല, ചതച്ചിട്ട് കൊടുക്കാറുണ്ട്. ചെറുതായിട്ട് ചവച്ച് തിന്നു തുടങ്ങുന്ന ഒരു സമയമാണ്. ആ സമയത്ത് അത് കൊടുക്കാറുണ്ട്. നല്ല ഹെൽത്തി ഫുഡാണ്. നമ്മൾ ചെറിയ ന്യൂബോൺ പപ്പീസിന് 21ാമത്തെ ദിവസം തന്നെ ഇത് ഫീഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ നല്ലതുപോലെ ജ്യൂസി ആയിട്ട് അടിച്ചിട്ട് കൊടുക്കാറുണ്ട്. നല്ലൊരു ഫുഡാണ് അവർക്ക്. ഏത് ഫുഡാണെന്നുണ്ടെങ്കിലും ആദ്യം കൊടുക്കുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഡേ ഡൈജഷന് പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കൂടിയ അളവിൽ പതുക്കെ കൂട്ടിക്കൊണ്ട് വരിക. ഒരു ഡോഗ് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു ബ്രാൻഡിൽ നിന്ന് വേറൊരു ബ്രാൻഡിലോട്ട് കൺവെർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ എന്താ ചെയ്യണം? ആദ്യത്തെ ദിവസം തന്നെ കയറി ഫുള്ളായിട്ട് അങ്ങ് ചേഞ്ച് ചെയ്യാതിരിക്കുക. ഒരു 25% ആദ്യം ആഡ് ചെയ്യുക. സെക്കൻഡ് ഡേ ആകുമ്പോഴത്തേന് കുറച്ചുകൂടെ കൂട്ടുക. തേർഡ് ഡേ കുറച്ചുകൂടെ. അങ്ങനെ ഒരു 1 വീക്കിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് 100% ഒരു ഫുഡിൽ നിന്ന് അടുത്ത ഫുഡിലോട്ട് കൺവെർട്ട് ചെയ്താൽ മതി. ഓക്കെ. മിക്കവാറും നമ്മുടെ നാട്ടിലുള്ള ഡോഗ്സ് ഒക്കെ ഇപ്പോൾ റൈസ് അതുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. ചിലത് മാത്രമേ ഉള്ളൂ ഇനി അഡ്ജസ്റ്റ് ആകാനായിട്ടുള്ളത്. അതും പതുക്കെ ആയിരിക്കുള്ളൂ. അപ്പൊ റൈസും ചോറും ഇറച്ചി, മീൻ ഇതൊക്കെ കൊടുക്കാമോ എന്നും ചോദിച്ച് മെസ്സേജ് വരാണ്ട് തീർച്ചയായിട്ടും കൊടുക്കാം. പക്ഷെ ഈ പറഞ്ഞതുപോലെ തന്നെ ആദ്യം കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഡയറക്റ്റ് കയറി കൊടുക്കുന്നത് ചിലപ്പോൾ അവർക്ക് വയറിന് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യുക. ഒരു 3 മാസത്തിന് ശേഷം ചെയ്യുന്നതാണല്ലേ. കാരണം റൈസ് കൂടുതൽ ചെല്ലുമ്പോഴത്തേനും അവരുടെ ബോഡിക്ക് കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. പ്രോട്ടീനും അതേപോലെ തന്നെ കാൽസ്യം ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ കുറവാണ്. സോഡിയം ഡോഗിന് കുറച്ച് മതി. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കരുതെന്ന് പറയുന്നത്. നമ്മുടെ കടകളിലൊക്കെ ഉപ്പ് കാണുമ്പോൾ തീർച്ചയായിട്ടും ഉപ്പുള്ളതൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല. റെഡ് മീറ്റ് ഒക്കെ ഒരുപാട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോസ്ഫറസിന്റെ അളവ് ചിലപ്പോൾ കൂടി വരാറുണ്ട്. അപ്പൊ നമ്മൾ അതും ശ്രദ്ധിക്കുക. ഒരു 3 മാസത്തിന് 8 മാസത്തിനും ഇടയ്ക്കുള്ള ഒരു ടൈം പീരീഡിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡോഗ് ഫുഡിൽ നിന്ന് ഗ്രാജുവൽ ആയിട്ട് ഹോംലി ഫുഡിലോട്ട് കൺവെർട്ട് ചെയ്യാം. അപ്പോഴും നമ്മൾ കൊടുക്കണ്ടേന്ന് പറയുന്നത് വെറും ചോറും കുറച്ച് ഇറച്ചിയും കുറച്ച് മീനും അങ്ങനല്ല. ഒരു പകുതി കൂടുതലും ഇറച്ചിയോ മീനോ മുട്ടയോ അതിനകത്ത് 3 പ്രോട്ടീനും കാൽസ്യം എല്ലാം കൂടെ ഉള്ളതാണ്. അപ്പൊ അത് ആഡ് ചെയ്തുകൊണ്ട് ബാക്കി പകുതി അല്ലെന്നുണ്ടെങ്കിൽ ഒരു 40% റൈസ് അങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കാം. അത് നമുക്ക് പോയിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ട് ഒരു 8 മാസമൊക്കെ ആകുമ്പോഴത്തേനാണ് ഇവരുടെ എല്ലും അതേപോലെ ബോൺസ് എല്ലാം നല്ല സ്ട്രെങ്ത് ആയിട്ട് വരുന്നത്. അതിനുശേഷം അല്പം വെയിറ്റ് കൂടിയാലും പ്രശ്നമില്ല. പക്ഷെ 8 മാസത്തിന് മുമ്പ് തീർച്ചയായിട്ടും ഇവരുടെ ബോഡി വെയിറ്റ് നമ്മൾ ഒരു മിനിമം റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ്
ആരോഗ്യത്തിന് നല്ലതെന്ന് പറയുന്നത്. നമ്മുടെ ഒരാളുടെ കാര്യം ട്യൂണയുടെ തന്നെ അറിയാം, നമുക്കൊരു 6 മാസത്തിന് ഒക്കെ ആയപ്പോഴത്തേനും ഇവർക്ക് കാലിന് പ്രശ്നം വന്നായിരുന്നു. അതായത് 1 മാസത്തിനകത്ത് പെട്ടെന്ന് ഇവർക്ക് ബോഡി വെയിറ്റ് ഇൻക്രീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ താങ്ങാനായിട്ട് ഇവരുടെ എല്ലുകൾ പ്രാപ്തമല്ലായിരിക്കും. അപ്പൊ ആ സമയത്ത് ബോഡി നമ്മൾ നല്ലോണം അങ്ങ് ഹെവി ആയിട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാണാൻ ഭംഗിയൊക്കെ ആയിരിക്കും. പക്ഷെ ഇവർക്ക് എന്താണ്, ഒരു ലോങ് ടൈമിൽ നോക്കിക്കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചാൻസ് ഭയങ്കര കൂടുതലാണ്. ആദ്യത്തെ ഒരു 3 മാസം 4 നേരം മുതൽ 6 നേരം വരെ ഫീഡ് ചെയ്യും. 4 നേരം മുതൽ 6 നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മണിക്കൂർ ഇന്റർവെല്, 3 നേരമാണെന്നുണ്ടെങ്കിൽ 8 മണിക്കൂർ ഇന്റർവെല്, ആ രീതിയിലല്ലേ കൊടുക്കേണ്ടതെന്ന് പറയുന്നത്. ഒരു ദിവസം 6 നേരം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4 മണിക്കൂർ ഇന്റർവെല്ലാണ് ഫീഡ് ചെയ്യുന്നത്. ആ ഡോഗിന്റെ ആ ഒരു കഴിക്കുന്നതിന്റെ വിശപ്പതൊക്കെ അനുസരിച്ചിട്ട് ഇതിന്റെ കൂടെ ഡീവേമിംഗ് കൂടെ കറക്റ്റ് ആയിട്ട് പോയാൽ മാത്രമേ ഇവർ ഹെൽത്തി ആയിട്ട് വളരത്തുള്ളൂ. 3 മാസം മുതൽ അടുത്ത ഒരു 8 മാസം വരെ ഒരു 3 നേരമൊക്കെ ഫീഡ് ചെയ്യുക. ആ ഒരു രീതി ഇപ്പൊ 8 മാസം കഴിഞ്ഞിട്ട് ഒരു 1.5 വയസ്സ് വരെ 2 നേരത്തിലോട്ട് കൺവെർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ 2 നേരം തന്നെ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 1 നേരത്തിലോട്ട് ആക്കിയൊക്കെ ചെയ്യാം. എന്തായാലും കൊടുക്കുന്ന ക്വാണ്ടിറ്റി പെർ ഡേ നമ്മൾ ഡോഗിന് ആവശ്യമുള്ള അളവിൽ കൊടുക്കുക. നമ്മൾ ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു അളവിൽ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പല ഡോഗ് പല ബ്രീഡ് ഇതിനനുസരിച്ചിട്ട് മാറും. ഇവിടെ മാത്രമേ ബ്രീഡ് വിഷയമായിട്ട് വരുന്നുള്ളൂ. പിന്നെ ചില ഡോഗ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഹെയറി ആയിട്ടുള്ള ബ്രീഡ് ആയിരിക്കും. സ്കിന്നിന് നല്ല ഹെൽത്ത് വേണം, ഹെയറിന് നല്ല ഒരുപാട് ലോങ് ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ omega-3 omega-6 ഫാറ്റി ആസിഡ്സ് കൂടുതലുള്ള ഫുഡ് നമ്മൾ കൊടുക്കണം. അത് ഫുഡിനകത്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സപ്ലിമെന്റ്സ് വഴിയെന്നുണ്ടെങ്കിലും കൊടുക്കണം. കഴിക്കുന്ന ഫുഡ്, കഴിക്കുന്ന അളവ്, കഴിക്കുന്ന രീതി, ഇതെല്ലാം നമുക്ക് ഹെൽത്ത് ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളതാണ്, അൺഹെൽത്തി ആകാൻ വേണ്ടിയിട്ടുള്ളതല്ല. നമ്മളുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പല ഫുഡുകൾ പല അളവില് പല രീതിയിൽ പല സമയത്തൊക്കെ കഴിക്കുമ്പോഴാണ് ഡോഗ്സിന് നമ്മൾ അവർ എന്താണ് അല്പം ചബ്ബിയായിട്ടിരിക്കണമെന്നും പറഞ്ഞിട്ട് കണ്ണി കണ്ടതെല്ലാം വാരി കൊടുത്ത് അവരുടെ ലൈഫിന്റെ സ്പാൻ കുറച്ച് കൊണ്ടുവരുന്നത്. നമുക്ക് നല്ല രീതിയിൽ ഫീഡ് ചെയ്യാം, നല്ല ഫുഡ് കൊടുക്കാം, ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാം. പക്ഷേ ക്വാണ്ടിറ്റി നമുക്ക് അവർക്ക് ആവശ്യമുള്ളത് മാത്രമേ കൊടുക്കാവുള്ളൂ. അവരുടെ ഒരു ബോഡി വെയിറ്റിന് പ്രൊപ്പോർഷണൽ ആയിട്ട് മാത്രമേ കൊടുക്കാവുള്ളൂ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.